നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ സദാംപ്ടനെതിരെയുള്ള ഗോളുകളോടെ സെർജിയോ അഗ്യൂറോയുടെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണല്ലോ മോസല. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ വിദേശ താരം. ആ റെക്കോർഡ് ഇതുവരെ സെർജിയോ അഗ്യൂറോ എന്ന അർജൻറ്റീൻ താരത്തിൻ്റെ പേരിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം എത്തിയിരിക്കുകയാണ് മോസല. ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങളിലൊക്കെ ഗോൾ അടിച്ചാൽ തീർച്ചയായിട്ടും മുഹമ്മദ് സലാക്ക് ആ റെക്കോർഡ് സ്വന്തം പേരിലേക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റും. ഇപ്പോൾ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് സല. നമ്മൾ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അതിനു മുമ്പ് ഈ റെക്കോർഡിൻ്റെ കണക്കുകൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. തിയറി ഹെൻറി 175 ഗോളുകളുമായിട്ട് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ വിദേശ താരമെന്ന റെക്കോർഡിട്ട് നിൽക്കുകയായിരുന്നു. അതാണ് പിന്നീട് സെർജിയോ അഗ്യൂറോ മറികടന്നിരുന്നത്. അഗ്യൂറോ 184 ഗോളുകളാണ് നേടിയിരുന്നത്. ഇപ്പോൾ മുഹമ്മദ് സലായും ആ ഒരു 184 എന്നുള്ള എണ്ണത്തിലേക്ക്, ഗോളുകളുടെ എണ്ണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സീസണിൽ പൊളിച്ചടുക്കുകയാണ്. 27 ഗോളുകളായി ഓൾറെഡി പ്രീമിയർ ലീഗിൽ. 17 അസിസ്റ്റ് കൊണ്ട് 44 ഗോൾ കോൺട്രിബ്യൂഷൻ. അതും റെക്കോർഡാണ്. ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഒരു സീസണിൽ നേടുന്നതിൻ്റെ റെക്കോർഡ്. ഏതായാലും ഇപ്പോൾ അഗ്യൂറോയുടെ കാര്യത്തിൽ, അഗ്യൂറോയുടെ റെക്കോർഡിനൊപ്പം എത്തിയതിനെക്കുറിച്ച് സല പറയുന്നുണ്ട്. സല പറയുന്നു, എനിക്കറിയാം ആ റെക്കോർഡിനെ പറ്റി, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് കളിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും റെക്കോർഡിനൊപ്പം എത്തി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. സെർജിയോ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണല്ലോ. അദ്ദേഹം ഇവിടെ പ്രീമിയർ ലീഗിലെ ലെജൻഡാണ്. സോ അദ്ദേഹത്തിനൊപ്പം എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ മോസല പറയുന്നത്. മോസല തീർച്ചയായിട്ടും പ്രീമിയർ ലീഗിൽ ലെജൻഡായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല വമ്പന്മാരുടെയും റെക്കോർഡുകൾ ഇങ്ങനെ കടപുഴക്കി എറിയുമ്പോൾ ഈജിപ്ഷ്യൻ കിങ്ങിൻ്റെ ആരാധകർ വലിയ സന്തോഷത്തിലാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.